ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു കറിയുടെ റെസിപ്പിയാണ്. ചപ്പാത്തിയുടെയും പത്തിരിയുടെയും കൂടെ ഈ കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാകും. എങ്കിൽ ഇനി സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഞാൻ ഇവിടെ കുറച്ച് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസം കുതിരാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു. നന്നായി കുതിർന്ന് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളൻകിഴങ്ങാണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് തന്നെ എടുത്താൽ മതി. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം. എന്നിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഒത്തിരി വലുതുമാക്കണ്ട, ഒത്തിരി ചെറുതുമാക്കണ്ട. ഈ ഒരു പരുവത്തിൽ മുറിച്ചെടുത്താൽ മതി. ഇനി ഇത് ഗ്രീൻ പീസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം, കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 വിസിൽ അടുപ്പിച്ചാൽ മാത്രം മതി. അതല്ല, അടുപ്പിൽ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ വേവുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 സവാളയാണ്. ചെറുതായ കാരണമാണ് ഞാൻ 2 സവാള എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. എന്നിട്ട് ഈ നീളത്തിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ക്യാപ്സിക്കമാണ്. അതിൻ്റെ കുരും തണ്ടെല്ലാം ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഈ പരുവത്തിലൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഒരു തക്കാളി ആവശ്യമുണ്ട്. അതും ഇതുപോലെ ചെറുതായി കുനുകുന ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് ഞാൻ ഉരുളൻകിഴങ്ങും ഗ്രീൻ പീസും നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളവും കളയണ്ട. അത് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ആദ്യം ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ രീതിയിലുള്ള ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളർ ആവണമെന്നില്ല. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി എരിവിന് നമ്മൾ പലതും ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. ക്യാപ്സിക്കം ചേർക്കുന്നതും കൂടെ ഇതിൻ്റെ കൂടെ എല്ലാ പൊടികളും ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതും ഒരുപാട് അങ്ങ് വാടി കിട്ടേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഒന്ന് വാടി വന്നാൽ മതി ക്യാപ്സിക്കം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, എരിവെല്ലാം പൊടികളെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സാക്കി എടുക്കണം. നമുക്ക് കറി ഗ്രേവി പോലെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ തിക്കാക്കിയെടുക്കാം. അതല്ല, കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്.
ഇനി എല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചാറ്റ് മസാല തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എരിവിന് നമ്മൾ ഇതെല്ലാം ചേർത്തത് കാരണമാണ് പച്ചമുളക് ഞാൻ ചേർക്കാതിരുന്നത്. എന്ന് കരുതി ഇത് കുട്ടികൾക്ക് പോലും കഴിക്കാട്ടോ. ഒത്തിരി എരിവൊന്നുമില്ല. എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കുറച്ചിട്ടോ കൂട്ടിയിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾ കൂട്ടുമ്പോൾ ഒന്ന് എരിവ് കുറച്ചാൽ മതിയെന്ന് മാത്രം. ഇനി എല്ലാം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഓൾറെഡി ഇതെല്ലാം വെന്ത് കഴിഞ്ഞതാണ്. എല്ലാം ഇതൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഫൈനലി ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഇതിൻ്റെ എല്ലാ സ്മെല്ലുകളും ഈ കറിയിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയുടെയും പത്തിരിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ഓൾ ബട്ടണും കൂടി ഞെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.